അച്ഛനും മകനും അവരുടെ കഴുതി. കൂട്ടുകാരെ, നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? അച്ഛനും മകനും അവരുടെ കഴുതി. ഇതാണ് ആ കഥയുടെ പേര്. ഇവര് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കഴുത വഴി യാത്ര പോകും. അച്ഛനും മകനും നടക്കും. ആ കഴുത അവരുടെ പുറകെ വരും. ഇത് കണ്ട ചിലര് പറഞ്ഞു, ഇരുന്ന് കാണിക്കുന്നേ, കഴുത ഉണ്ടെങ്കിൽ നടക്കുവാണല്ലോ. അപ്പൊ ഇത് കേട്ടി അച്ഛൻ പറഞ്ഞു മകനോട്, നീ കഴുതയുടെ മേളിൽ കയറിയിരുന്നു, ഞാൻ നടക്കാം. അങ്ങനെ മകൻ കഴുതയുടെ മേളിൽ കയറിയിരുന്നു. കേട്ട ചിലര് പറയുക, അച്ഛൻ നടക്കുക, മകൻ സുഖിച്ച് കഴുതയുടെ മേളിൽ കയറുന്ന യാത്ര ചെയ്യുക. അങ്ങനെ മകൻ ആ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി അച്ഛനെ കഴുതപ്പുറത്ത് കയറ്റി മകൻ നടന്നു. വീണ്ടും കുറച്ച് ദൂരം പോയപ്പം ചിലര് പറഞ്ഞു, ഇതെന്താ, അച്ഛൻ കഴുതപ്പുറത്ത് കയറി സുഖിച്ചു പോന്നു, ഈ ചെറിയ കുട്ടി നടന്നു പോന്നു. അത് കേട്ട് അച്ഛന് വിഷമമായി. എന്നിട്ട് രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര പോയി. കുറച്ചും കൂടെ പോയപ്പം ആൾക്കാർ പറഞ്ഞു, ഈ പാവം കഴുത, അത് രണ്ടുപേരും അതിന്റെ മേളിൽ കയറിയിരുന്ന് ഉപദ്രവിക്കുന്നു. അവസാനം അച്ഛനും മകനും കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. എന്നിട്ട് അവർ രണ്ടുപേരും നോക്കി ചിരിച്ചു. അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? എന്നിട്ട് അച്ഛൻ മകനോട് പറഞ്ഞു, ഈ ലോകത്തിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് സമ്മാനം കിട്ടുമല്ലേ? നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്ത് മനസ്സിലായി? ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണ്. നമ്മൾ എല്ലാരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണ്ട. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി ജീവിക്കാൻ പോയാൽ കുഴപ്പമേ ആകത്തുള്ളൂ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എന്നാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.